ഹായ് എവരി വൺ, വെൽക്കം ടു ASC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ആദിഷാണ്, നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിയാണ്. അപ്പം നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ഡാഷ് ക്യാമാണ് കേട്ടോ. അപ്പോൾ ഇത് EV വണ്ടിയാണ് കേട്ടോ, ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പം പലർക്കും പല സംശയമുണ്ട് എന്തിനാണ് ഡാഷ് ക്യാം. അപ്പോൾ എന്തിനാണ് നമുക്ക് ഡാഷ് ക്യാം? ഈ ക്യാമറ എന്തിനാണ് വണ്ടി വെച്ചിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ? വണ്ടി ഇടിച്ച് അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത് നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പിള്ളേരൊക്കെ ഒന്ന് കളിക്കൂലേ, ഇങ്ങനെ വരച്ച് വെച്ച് കളിക്കൂലേ, അത് അറിയാൻ പറ്റൂലേ. നമ്മൾ വണ്ടി സേഫ് ആയിരിക്കില്ലേ, അതിന് ഡാഷ് ക്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിളായിട്ട് ചെയ്തില്ലേ നമ്മൾ? ഇതിൽ വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ഇവിടെ കൊടുത്ത് ചെയ്യും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് പൊളിച്ച് പഠിച്ച് വെച്ചില്ലേ, സെറ്റാക്കിയില്ലേ. അപ്പോൾ ഒരു ക്യാമറ ഇതാണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറ. അപ്പോൾ ഇതിപ്പോൾ റെക്കോർഡിങ് നടക്കുകയാണ്. ഇതാ ഒരു ക്യാമറ ഇതാണ്ട് പുറകിൽ ബാക്കിൽ. നമ്മൾ 70mm 800S എന്നാണ് കേട്ടോ അപ്പോൾ സാധനം. ഇത് ഫ്രണ്ട് ആൻഡ് റിയർ ആണ്. ഇത് 4K എനേബിൾ ആണ് സാധനം. അപ്പം ഇതിന് വില വന്നിട്ട് ഏകദേശം ഒരു 16,000 രൂപ വിലയുണ്ട്. ആമസോണിനകത്ത് ഇപ്പോൾ സെയിൽ നടക്കുകയാണ്. അപ്പം വലിയ തലപുണ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു EMI കാർഡ് ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ എടുത്തത് ഒരു 12 മാസം EMI എടുത്തോട്ടോ. ഏകദേശം ഒരു കുറച്ച് കാശ് വെച്ച് അടച്ചടച്ചങ്ങ് പൊക്കോളും, ടെൻഷൻ ഇല്ല. കാര്യം 10 ലക്ഷം രൂപ വണ്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു 16,000 20,000 മുടക്കിയിട്ട് നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റിക്ക് ഒരു സാധനം വയ്ക്കുന്നത് തെറ്റൊന്നുമില്ല. ഈ ഡിവൈസ് കേട്ടോ. അപ്പോൾ ഈ ഡിവൈസിൽ ഇത് ഫ്രണ്ട് ക്യാമറയാണ്. ഇതിൻ്റെ കണക്ഷൻ പോകുന്നത് വെച്ചാൽ സിമ്പിളാണ്, വലിയ തലപുണ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ദാണ്ട് ഈ ഭാഗത്തൂടെ കയറ്റിയിട്ട് ഇത് കൈകൊണ്ട് ഇനി ഞെളിച്ചഞ്ഞ് വരും കേട്ടോ. അത്ര ഒരു ക്വാളിറ്റിയേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. സിമ്പിളാണ്. പൊതുവേ ടാറ്റയുടെ വണ്ടികളെല്ലാം നല്ല ബിൽഡാണ്. പക്ഷേ എങ്കിൽ ഈ ടിയാഗോയ്ക്ക് നമുക്ക് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് ഏതാണ്ട് ഈ ഒരു ബീഡിങ് ഇളക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ഈ ടൂൾ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ ഈ ബീഡിങ് ഇളവിഞ്ഞ് പോരും. ഇവിടുന്ന് ഈ കണക്ഷൻ വയർ പോവുക, മെയിൻ വയർ പോയതിന് ശേഷം ആ വയർ നേരെ വരുന്നത് ഇവിടെ ആയിട്ടാണ് കേട്ടോ. അപ്പം USB വയർ ദാണ്ട് ഇതേ വഴി എടുത്തിട്ട് നമ്മൾ പവറിൽ കൊടുക്കണം. ഇത് 12 വോൾട്ടിൽ കണക്ട് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ റിയർ ക്യാമറയുടെ കണക്ഷൻ പോകുന്നത് ഇതാണേ. ഈ റിയർ ക്യാമറ കണക്ഷൻ ഇതിലേ പോയിട്ട് ഇടത് സൈഡിൽ കൂടെ താണ്ടേ ഇതുവഴി കയറ്റി ഇതുവഴി കയറ്റിയതിന് ശേഷം ഇതുവഴി ഇതാണ് കൈ കൊണ്ടൊക്കെ നമുക്ക് ഇളക്കി എടുക്കാം. വലിയ പണിയുള്ള കേസൊന്നുമല്ല കേട്ടോ. കൈ കൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കയറ്റണം കേട്ടോ. കയറി നേരെ ഇവിടെ നിന്നും കയറ്റിയതിന് ശേഷം പുറകിൽ നമുക്ക് സെറ്റാണ്. അപ്പോൾ പുറകിൽ നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പുറകിലെ വയർ കണക്ഷൻ വന്നിട്ട് ദാണ്ടേ ഇത് കണ്ടോ, ഇതുവഴി കയറ്റണം. ഇതുവഴി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് വയ്ക്കുക, ഇത് തിരിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇങ്ങനെ കറക്കുകയും തിരിക്കുകയും ചെയ്യാം. കണ്ടോ, കറക്കുകയും തിരിക്കുകയും ചെയ്യാം. അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, നമ്മുടെ വണ്ടിയുടെ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ആവില്ല കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ ഈ USB കണക്ഷൻ ഉണ്ടല്ലോ, പവർ ബാങ്കിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബാക്കപ്പ് കിട്ടും. വണ്ടി പാർക്കിംഗ് ഇട്ടിട്ട് പോയാലും ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് വന്നിട്ട് ഫ്രണ്ട് വ്യൂ ആണ്, ഫ്രണ്ട് ക്യാമറ. ഇത് ബാക്ക് ക്യാമറ ആണ് കേട്ടോ. ബാക്കിൽ 1080p ആണ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ വന്നിട്ട് 4K ആണ്. അപ്പം ഇതൊരു ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് വണ്ടിയുള്ളവർക്ക് വണ്ടി സേഫായിട്ട് വെച്ചിട്ട് പോകാം. അടിപൊളിയാണ്, സെറ്റ് സാധനം. അപ്പം ഒരു വണ്ടി വാങ്ങുമ്പം ഒരു ഡാഷ് ക്യാമറ മസ്റ്റായിട്ട് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ ഒരു മെമ്മറി കാർഡ്. അത് വന്നിട്ട് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് കൂടുതലും 4K റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനത്തിലുണ്ട്. സാംസങ്ങിൻ്റെ ഉണ്ട്, സാൻഡിസ്കിൻ്റെ ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ബഡ്ജറ്റ് നോക്കി വാങ്ങാം. അപ്പോഴത്തേക്ക് നല്ല ബാക്കപ്പ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ റെക്കോർഡിങ്സ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ സേവ് ആയി കിടക്കും. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ്. പിന്നെ സെറ്റിങ്സിനകത്ത് കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ സെറ്റിങ്സ് ഉണ്ട്, സിസ്റ്റം സെറ്റിങ്സ് ഉണ്ട്, പിന്നെ ഫാക്ടറി സെറ്റിങ്സ് ഉണ്ട്. വീഡിയോ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് ടച്ച് സ്ക്രീൻ അല്ല കേട്ടോ. ഇതെല്ലാം ഇത് തന്നെ ബട്ടൺസ് ആണ് കേട്ടോ. കണ്ടോ? പിന്നെ അപ്പം ഒത്തിരി സംഭവങ്ങളുണ്ട്, കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ റിവ്യൂ. അപ്പോൾ നമ്മൾ സൈനിങ് ഓഫ്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോനെ ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം അല്ലേ? ടാറ്റാ.